ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മുടെ വീടുകളിൽ സ്ഥിരമായിട്ട് പല്ലിയുടെയും അതേപോലെ ഉറുമ്പിൻ്റെ ഒക്കെ ശല്യം ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ശല്യമൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഇതിനെയൊക്കെ തുരത്താനുള്ള നല്ലൊരു അടിപൊളി ടിപ്പും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ നെയ്യോ അല്ല നമ്മൾ എണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണ അങ്ങനെയൊക്കെ നമ്മൾ ദോശ ചുടാനായിട്ടൊക്കെ നമ്മൾ നല്ലെണ്ണ ഒക്കെ യൂസ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ നെയ്യാണ് എടുത്തിരിക്കുന്നത്, മെൽറ്റ് ചെയ്തിട്ടുള്ള നെയ്യ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സെയിം ക്വാണ്ടിറ്റി തന്നെ നമ്മൾ വെള്ളവും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. നോർമലായിട്ടുള്ള വെള്ളവും കൂടി എടുത്തിട്ട് കുറച്ച് ചൂടാക്കിയിട്ടുണ്ട് വെള്ളം. കാരണം എന്താ വെച്ചാൽ നെയ്യ് കുറച്ചും കൂടി നല്ല രീതിയിൽ ഇതുപോലെ മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ലേറ്റായിട്ട് ചൂടാക്കിയ വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിന്ന് ഇതുപോലെ നമ്മൾ നല്ലോണം ദോശക്കല്ല് നല്ല ചൂടായിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു വെള്ളം ഒരു അല്പം ഒഴിച്ചിട്ട് ഇതുപോലെ ബ്രഷ് യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് ആക്കി കൊടുത്തിട്ട് നമ്മൾ ദോശ ഒഴിക്കുകയാണെങ്കിൽ ദോശ നന്നായി പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ദോശ ഒഴിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. അതുപോലെ നമുക്ക് കറക്റ്റായി തന്നെ എത്ര വലുപ്പത്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും. എന്നുണ്ടെങ്കിൽ നമ്മൾ ദോശ ഓരോന്നോരോന്നായി ചുട്ടെടുക്കുന്ന സമയത്ത് ദോശക്കല്ല് നല്ല ചൂടായി കഴിഞ്ഞാലും നമ്മളിതുപോലെ നമ്മൾ ദോശ ഒഴിക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെ എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും നമുക്ക് ഈ ഒരു വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ടുള്ള ഓയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് അതിൽ ഒഴിച്ചിട്ട് ഒരു സ്പൂൺ ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ദോശ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പോലെ തന്നെ ദോശ പൊട്ടാതെ നമുക്ക് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ അതേപോലെ അടുത്ത നല്ലൊരു ടിപ്പ്, നമ്മളിതുപോലെ സവോളയൊക്കെ ആവശ്യത്തിന് എടുത്തിട്ട് ഒരു മുറി എടുത്ത് ബാക്കി ഒരു മുറി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ വെറുതെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് അതിൻ്റെ പകുതിയോളം നമ്മൾ കളയേണ്ടി വരും. ഫ്രിഡ്ജിൽ വെച്ചാലും ഒക്കെ ആ ഫ്രണ്ട് ഭാഗം ഒരു കളർ ചേഞ്ച് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ സവോള ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കരുത് കേട്ടോ. ഒരു ദിവസത്തിൽ കൂടുതലൊന്നും നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ പകുതിയെ വേണ്ടി വന്നുള്ളൂ, പിന്നെ വൈകിട്ട് എടുക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കുറച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് പൊടിയുപ്പാക്കിയിട്ട് നമ്മളിതുപോലെ ഒരു ബൗളിൽ ഇതുപോലെ തിരിച്ച് ഇതുപോലെ ഒന്ന് വെക്കുക. വെച്ചതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിനകത്തൊന്നും സ്റ്റോർ ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. നമ്മൾ പുറത്ത് തന്നെ നമ്മളിതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ദിവസം വരെയൊക്കെ ഇത് നല്ല ഫ്രഷായി തന്നെ നമ്മുടെ സവോള ഇരിക്കും കേട്ടോ. നല്ല പോലെ തന്നെ ഇരിക്കും. നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചാലും നമുക്ക് അല്ല പുറത്ത് വെച്ചാലും സവോള നല്ല പോലെ തന്നെ ഫ്രഷായിരിക്കാനായിട്ട് ഹെൽപ്പാക്കും. പിന്നെ മാക്സിമം നിങ്ങൾ കട്ട് ചെയ്തിട്ടുള്ള സവോള നമ്മൾ കൂടുതൽ നാളെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അത്ര നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഒരു ദിവസത്തിനൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പ്, നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലൊക്കെ ഇഷ്ടം പോലെ ഉറുമ്പ് വരാറുണ്ട്. കറുത്തുറുമ്പും ചുവന്നുറുമ്പും ഒക്കെ വരാറുണ്ട്. പിന്നെ നമ്മൾ 1-2 ദിവസം നമ്മൾ വീട്ടിലില്ല എന്നുണ്ടെങ്കിലൊക്കെ 2 ദിവസമൊക്കെ വീട് അടച്ചിട്ടിട്ടൊക്കെ നമ്മൾ പോയിട്ട് തിരിച്ച് വരികയാണെങ്കിൽ നമ്മുടെ വീടുകളിൽ ഇതുപോലെയൊക്കെ ഇഷ്ടംപോലെ ഉറുമ്പ് കാണും. എന്തെങ്കിലുമൊക്കെ ബേക്കറി ഐറ്റം ഇട്ടിട്ടാണെങ്കിലും അല്ലെങ്കിൽ തണുപ്പിന് വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ ഉറുമ്പ് വരും. ഇതുപോലെ ഉറുമ്പൊക്കെ വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ വീടൊക്കെ ഫ്ലോറൊക്കെ അടിച്ചു വാരുന്ന സമയത്താണെങ്കിൽ നമ്മൾ എത്ര അടിച്ചു വാരിയാലും വൃത്തിയാവില്ല, ഉറുമ്പ് അവിടെയും ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പം നമ്മൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ ഇതേപോലെ എക്സ്പയർഡ് ആയിട്ടുള്ള പൗഡർ, നമ്മുടെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുന്ന പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഉറുമ്പെല്ലാം പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ഒരു ടിപ്പാണിത്. നമ്മൾ ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പൗഡർ അപ്ലൈ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അതിൻ്റേതായ സൈഡ് എഫക്റ്റ് ഒന്നും വരില്ല. നമ്മൾ ലക്ഷ്മണരേഖയൊക്കെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറുമ്പുകളെല്ലാം പെട്ടെന്ന് ചത്തുപോകും. പക്ഷേ നമുക്ക് കുട്ടികളൊക്കെ ഉള്ളവിടെ നമുക്ക് അത്ര സേഫ് ആയിരിക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പൗഡർ ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ പൗഡറിൻ്റെ കൂടെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. പൗഡർ ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അതുപോലെ കറുത്ത ഉറുമ്പൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. അപ്പോൾ വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ ഉറുമ്പുള്ള സമയത്തൊക്കെ നമ്മളിതുപോലെ ഉറുമ്പിനെല്ലാം കളഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അതിനെല്ലാം കൊന്നതിന് ശേഷം നമ്മൾ വീട് അടിച്ച് വാരുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വൃത്തിയാവും കേട്ടോ. ഇനിയിപ്പോൾ അതേപോലെ അടുത്ത നല്ലൊരു ടിപ്പാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഇഷ്ടംപോലെ പല്ലി ഉണ്ടാവാറുണ്ട്. നമുക്ക് ചില കുട്ടികൾക്കൊക്കെ പല്ലിനെ കാണുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ്. പിന്നെ ഭക്ഷണ സാധനത്തിലൊക്കെ ഇത് വീണ് കഴിഞ്ഞാലൊക്കെ ഭയങ്കര പോയ്സണൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ പല്ലി വരുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ എൻ്റെ സിങ്കിൽ ഒരു പല്ലി വീണ് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പല്ലിനെ എങ്ങനെ ഓട്ടിക്കുന്നുള്ളത് ഞാൻ കാണിക്കാൻ പോകുന്നു. വേറെ ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ടൈഗർ ബാം ഉണ്ടാവാറുണ്ടല്ലോ. ടൈഗർ ബാം എടുത്തിട്ട് നമ്മൾ ഈ പല്ലിൻ്റെ വരുന്ന ഭാഗത്തൊക്കെ നമ്മളിതുപോലെ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പല്ലിക്കുണ്ടല്ലോ ഈ ഒരു ടൈഗർ ബാമിൻ്റെ സ്മെല്ല് കിട്ടിക്കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് വരികയില്ല കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഓടി രക്ഷപ്പെട്ടോളും. അപ്പോൾ ഞാനിവിടെ നമ്മളിത് വേണമെങ്കിൽ ചൂടുവെള്ളത്തിൽ ഒന്ന് മിക്സ് ആക്കുമ്പോൾ
ആകുമ്പോൾ ടൈഗർ ബാം നല്ല രീതിയിൽ മിക്സാക്കി കിട്ടിയിട്ട് നമുക്ക് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മൾ എവിടേക്കാണോ പല്ലി വരുന്ന സ്ഥലങ്ങളൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഇളം ചൂടുള്ള വെള്ളത്തിൽ നമ്മൾ ഈ ഒരു ടൈഗർ ബാം ഇട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ സ്പ്രേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പല്ലി ചാവുന്നത് നമുക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതിന് മുമ്പ് ഇതേപോലെ സിങ്കിനകത്ത് പല്ലി വീണിട്ട് ഞാൻ ടൈഗർ ബാമിന് പകരം വിക്സ് ആയിരുന്നു കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ ജസ്റ്റ് സ്പ്രേ ചെയ്തു. എനിക്കും അറിയില്ലായിരുന്നു. ജസ്റ്റ് സ്പ്രേ ചെയ്ത ഉടനെ ആ പല്ലി കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ ആ സിങ്കിൽ ചത്ത് വീഴുക ചെയ്തു കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഇട്ടത് അതുപോലെ തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെനിക്ക് ഒരുപാട് ബാഡ് കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, എന്തിനാ ഇങ്ങനെ പല്ലിനെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഞാനിത് വെള്ളത്തിൽ മിക്സ് ചെയ്യാതെ ജസ്റ്റ് ഇങ്ങനെ അവിടെ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പല്ലി പെട്ടെന്ന് തന്നെ ഓടിപ്പോക്കോളും. പിന്നെ ആ സ്പ്രേ ചെയ്ത സ്ഥലത്തേക്ക് പല്ലി വരികയില്ല കേട്ടോ. അത്രയും നല്ല എഫക്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പം ഞാൻ ഈ പല്ലിനെ കൊല്ലുന്നില്ല. ഇപ്പം ഞാനിതിനെ അടിച്ചു കോരി എടുത്തിട്ട് ഞാനിത് പുറത്തേക്ക് കളയുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്തായാലും കുറച്ച് സമയം ഈ സിങ്കിനകത്ത് ഇത് കിടന്നാൽ തന്നെ പെട്ടെന്ന് ചത്തുപോക്കുള്ളൂ. കാരണം ഈ ടൈഗർ ബാമിൻ്റെ മണം ഉള്ളത് കൊണ്ട് അത് പെട്ടെന്ന് തന്നെ ചാവും. ഞാനിതിനെ എടുത്ത് പുറത്തേക്ക് കളയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ടൈഗർ ബാം ഉണ്ടെന്നുണ്ടെങ്കിൽ പല്ലി വരുന്ന ഭാഗത്ത് ജനലിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ ആ ജനലിൻ്റെ ഇതിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പല്ലിയുടെ ശല്യം ഒരിക്കലും ഉണ്ടാവില്ല. നമ്മൾ ഇതിലൂടെ ഒന്നും മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് വെള്ളം നിങ്ങൾക്ക് സ്പ്രേ ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം ഇളം ചൂടുള്ള വെള്ളത്തിൽ, കാരണം ഇതൊന്ന് മെൽറ്റാവാൻ വേണ്ടി മാത്രം, ഈ ഒരു ടൈഗർ ബാം മെൽറ്റാവാൻ വേണ്ടി മാത്രം നമ്മൾ അതിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചിലർ പറഞ്ഞു ചൂടുള്ള വെള്ളം അതിലേക്ക് പല്ലിയുടെ ദേഹത്ത് ഒഴിച്ചു, അതുകൊണ്ടാണ് അത് ചത്തുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഉണ്ടായിരുന്നു. പറയുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടില്ല. അന്ന് ഞാൻ വിക്സ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വിക്സ് ജസ്റ്റ് മിക്സ് ആക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ടൈഗർ ബാമും ജസ്റ്റ് മിക്സ് ആക്കാൻ വേണ്ടി ഇളം ചൂടുള്ള വെള്ളത്തിൽ മിക്സ് ആക്കിയതിന് ശേഷം നമ്മളൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മുടെ വീടുകളിൽ ഏതൊക്കെ ഭാഗത്താണോ പല്ലി സ്ഥിരമായി കാണുന്ന സ്ഥലമൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് വെച്ചാൽ ആ പരിസരത്തേക്ക് പല്ലി ഒരിക്കലും വരില്ല കേട്ടോ. അത്രയും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു റിസൾട്ട് തന്നെയാണ്. അപ്പം നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. യൂസ്ഫുൾ ആകണമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത്. നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത്. പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.